ഹായ്, കയ്യിൽ ഒരുപാട് പണവും ഒരു നല്ലൊരു ബിസിനസ് ഐഡിയയും അതിന് ചേരുന്ന ഒരു ഹൈടെക് ഓഫീസും ഉണ്ടായാൽ ഒരു ബിസിനസ് വിജയിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ചിലരൊക്കെ പറയുന്നത് കേൾക്കാം, എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടായെന്ന് ഞാൻ അത് ബിസിനസ് ചെയ്ത് അതുകൊണ്ട് ഞാൻ കോടീശ്വരനായിരുന്നേനെ എന്ന്. എങ്കിലും ഒന്ന് നിൽക്ക്, മിക്ക ബിസിനസ്സുകളും തകരുന്നത് കോമ്പറ്റീഷൻ കൊണ്ട് മാത്രമല്ല, അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല, അവർ സ്വയം ചെയ്യുന്ന തെറ്റുകൾ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ എങ്ങനെ ബിസിനസ് തുടങ്ങാമെന്നല്ല ഞാൻ പറയാൻ പോകുന്നത്. അതിലും പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ ബിസിനസ് എങ്ങനെ തകരാതെ നിലനിർത്താം എന്നത്. കാരണം ഒരു ബിസിനസ് തുടങ്ങുക എന്ന എളുപ്പമാണ്, തുടർന്നുള്ള 3 വർഷം സ്ഥിരത ഉറപ്പുവരുത്തുക എന്നതാണ് ബിസിനസിന്റെ യഥാർത്ഥ വെല്ലുവിളി. കഴിഞ്ഞ 14 വർഷമായി ആയിരക്കണക്കിന് സംരംഭകരോടൊപ്പം ഒരുമിച്ച് പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ വിജയിച്ചവരെയും അതിൽ കൂടുതൽ പരാജയപ്പെട്ടവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. കൃത്യമായി അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് പറയാൻ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. വിജയിച്ചവരും ബിസിനസ്സിൽ ഫെയിലായി പോകുന്നവരും വേർതിരിക്കുന്നത് സത്യത്തിൽ ഭാഗ്യമോ പണമോ ആയിരുന്നില്ല. അത് വിജയിച്ചവർ ഏറ്റെടുത്ത നിർണായകമായ തീരുമാനങ്ങളായിരുന്നു. ആ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ബിസിനസ്സും രക്ഷപ്പെടാനുള്ള സാധ്യത പല മടങ്ങ് ഉയരും. അപ്പോൾ തുടങ്ങാം. തീർച്ചയായും നിങ്ങൾക്കും വിജയിക്കാം. ആ 5 പോയിന്റിലേക്ക് നമുക്ക് പോകാം. ഒന്നാമത്തത്, സ്വപ്നം കണ്ടുകൊണ്ട് മാത്രം ബിസിനസ് തുടങ്ങരുത്. തീർച്ചയായും ഓരോ വലിയ ബിസിനസിന്റെയും തുടക്കം ഒരു ചെറിയ സ്വപ്നത്തിലായിരിക്കും. എനിക്ക് സ്വന്തമായി എന്തെങ്കിലും ചെയ്യണം, ഞാൻ ഈ ജോലിക്കാരനാണ്, എനിക്കൊരു ബിസിനസ് ഉടമയാകണം, എൻ്റെ കുടുംബത്തിന് നല്ല ജീവിതം നൽകണം, ഇങ്ങനെയുള്ള പല സ്വപ്നങ്ങളാണ് പല ബിസിനസിന്റെയും ആദ്യ സെറ്റപ്പ്. പക്ഷെ ഒരു സത്യം പറയട്ടെ, സ്വപ്നം ആർക്കും കാണാം, അങ്ങനെ ബിസിനസ് ആർക്കും തുടങ്ങാം. പക്ഷെ പ്ലാനിംഗ് ആണ് ബിസിനസിനെ നിലനിർത്തുന്നത്. ഇക്കാര്യം പലരും വൈകിയാണ് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. മികച്ച ഐഡിയയുള്ള പല ബിസിനസ്സുകളും പൂട്ടിപ്പോകുന്നത് പ്ലാനിംഗ് ഇല്ലാത്തത് ഒന്നുകൊണ്ട് മാത്രമാണ്. അതെങ്ങനെ സോൾവ് ചെയ്യാമെന്നല്ലേ പറയാം. ഒരു കെട്ടിടം പണിയുമ്പോൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന എവിടെയാണ്? അടിത്തറയിൽ. കാരണം അടിത്തറ ദുർബലമാണെങ്കിൽ കെട്ടിടം എത്ര മനോഹരമായാലും അത് നിലനിൽക്കില്ല. ബിസിനസ്സും അങ്ങനെയാണ്. ആദ്യ 3 വർഷം അല്ലെങ്കിൽ ആദ്യത്തെ 1000 ദിവസം നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്ന കാലഘട്ടമാണ്. ഈ സമയം നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനമാണ് പിന്നീട് നിങ്ങളുടെ കമ്പനിയെ ഉയർത്തുകയും തകർക്കുകയും ചെയ്യുന്നത്. രണ്ടാമത്തെയാണ് ഷോ ഓഫ്. നിങ്ങളുടെ ബിസിനസ് കസ്റ്റമർ ഉണ്ടോ എന്ന് ആദ്യം പഠിക്കണം. ബിസിനസ്സിൽ ഇറങ്ങുന്ന പലരും ചെയ്യുന്ന ആദ്യത്തെ വലിയ തെറ്റ്, ഒരു വലിയ ഓഫീസ് എടുക്കും, ഹൈ എൻഡ് ഇന്റീരിയർ ചെയ്യും, ലോഗോ, ഗ്ലാസ് ക്യാബിൻ, AC എല്ലാം സെറ്റാക്കും. പക്ഷെ അവർ ഒന്ന് മാത്രം അന്വേഷിക്കാൻ വിട്ടുപോകും, എൻ്റെ ആദ്യത്തെ കസ്റ്റമർ എവിടെ നിന്നാണ് വരുന്നതെന്ന്. ബിസിനസ് സത്യത്തിൽ ഓഫീസ് കൊണ്ടല്ല ജീവിക്കുന്നത്, കസ്റ്റമർ കൊണ്ടാണ് ജീവിക്കുന്നത്. അതേപോലെ തന്നെ പണം ബിസിനസ്സിന് ജീവൻ പകരുന്ന ഓക്സിജനാണ്. നിങ്ങളുടെ ബിസിനസ്സിൽ ക്യാഷ് ഫ്ലോ എങ്ങനെ ഉണ്ടാകുമെന്ന് ആദ്യമേ കാണാൻ കഴിയണം. പ്രോഫിറ്റ് ചിലപ്പോൾ പേപ്പറിൽ കാണാം, അതല്ല ശരിക്കും ക്യാഷ് ഫ്ലോ ബാങ്ക് അക്കൗണ്ടിൽ കാണണം. ഈ വ്യത്യാസം മനസ്സിലാക്കാതെയാണ് പല സംരംഭകരും പ്രതിസന്ധിയിലാകുന്നത്. മൂന്നാമത്തത്, ഓൾ ഇൻ വൺ ഓണർ ആവരുത്. രാവിലെ ഓണർ കസ്റ്റമർ സർവീസ്, ഉച്ചയ്ക്ക് അക്കൗണ്ട്സ്, വൈകുന്നേരം സെയിൽസ്, രാത്രി മാർക്കറ്റിംഗ്, അങ്ങനെ മാസങ്ങൾ കടന്നുപോകും. ഒരു ദിവസം അയാൾ മനസ്സിലാക്കും ബിസിനസ് വളർന്നില്ല എന്ന്, ജോലിഭാരം മാത്രമാണ് വളർന്നതെന്ന്. ചില സമയം അത് നമ്മൾ തന്നെ തുടക്കത്തിൽ ആദ്യം ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞാൽ നമ്മൾ വിട്ടുകൊടുക്കാൻ പഠിക്കണം. നിങ്ങൾ നിങ്ങളുടെ ഓഫീസിൽ ഇല്ലാതിരുന്നാലും ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ടീമിനെ സൃഷ്ടിക്കാൻ കഴിയുന്ന നിമിഷമാണ് യാഥാർത്ഥത്തിൽ നിങ്ങളുടെ വളർച്ച ആരംഭിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ ഒരു സൂപ്പർ തൊഴിലാളി മാത്രമായി ഒതുങ്ങിപ്പോകും. നാലാമത്തത് മാർക്കറ്റിംഗ് ആണ്. നിങ്ങൾ ഒരു ലോകോത്തര പ്രൊഡക്റ്റ് നിങ്ങൾ കൊണ്ടുവന്ന് കരുതും, പക്ഷെ ആർക്കും അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോഴെന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. കാരണം മാർക്കറ്റിംഗ് ഇല്ലാത്ത ബിസിനസ് ഇന്ധനമില്ലാത്ത കാറ് പോലെയാണ്. ഏത് ബിസിനസ് ആയാലും അതിനെ ആദ്യമേ സെയിൽസ് മെക്കാനിസം തയ്യാറാക്കണം. പിന്നെ കസ്റ്റമർ ട്രസ്റ്റ് ഉണ്ടാക്കുക എന്നാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ട്രസ്റ്റ് കൂടുമ്പോൾ തീർച്ചയായും സെയിൽസ് കൂടും. വന്ന കസ്റ്റമർ റിപ്പീറ്റ് ചെയ്യും, അവരിൽ നിന്ന് തന്നെ റെഫറൻസ് ഉണ്ടാകും. അത് നേരെ ബിസിനസിന്റെ ഗ്രോത്ത് ആയി മാറും. ഈ സർക്കിൾ ഒരിക്കലും നിർത്തരുത്. അഞ്ചാമത്തത്, ബിസിനസ്സിൽ എല്ലാം സെറ്റാണെന്ന മനോഭാവമാണ്. അതൊരിക്കലും ഉണ്ടാവരുത് എന്നതാണ്. ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ഓഫീസും ഉണ്ടാക്കി ടീമും ഉണ്ടായതിനു ശേഷം ബിസിനസ് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഉടമ കരുതും എല്ലാം സെറ്റായി എന്ന്. അത് വലിയൊരു അപകടമാണ്. ബിസിനസ്സിൽ നിങ്ങൾ മാറുന്ന കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ആകാൻ തയ്യാറാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് പിന്നോട്ട് പോകും. ഒരിക്കലും മറ്റുള്ളവർ ചെയ്യുന്ന അതേ കാര്യം ബിസിനസ്സായി ചെയ്യരുത്. അവർക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ പേര് കേട്ടാൽ ആളുകൾ ഒരു പ്രത്യേക കാരണം ഓർമ്മ വേണം. അതായിരിക്കണം നിങ്ങളുടെ ബ്രാൻഡ്. അതാണ് ദീർഘകാല വിജയം. ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എൻ്റെ ബിസിനസ്സും തുടക്കം മുതലേ വലിയ വിജയമായിരുന്നുവെന്ന്. ഒരിക്കലുമല്ല. സത്യം പറയാം, ഞാൻ മുകളിൽ പറഞ്ഞ 5 കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് എൻ്റെ അവസ്ഥയും ഇതേപോലെ തന്നെ ആയിരുന്നു. പ്ലാനിംഗ് ഇല്ലാതെ വെറും സ്വപ്നം കൊണ്ട് മാത്രം ബിസിനസ്സിലോട്ട് ഇറങ്ങിയ എനിക്ക് പല തെറ്റുകളും പറ്റിയിട്ടുണ്ട്. ധാരാളം പണം നഷ്ടപ്പെട്ടു, ബിസിനസ് തകർന്നു, വീണ്ടും പൂജ്യത്തിൽ നിന്ന് തുടങ്ങേണ്ടി വന്നു. പക്ഷേ ആ അനുഭവം എനിക്ക് വലിയ പാഠം പഠിപ്പിച്ചു. പരാജയം ബിസിനസിന്റെ അവസാനമല്ല, പ്ലാനിംഗ് ഇല്ലായ്മയാണ് ബിസിനസിന്റെ അവസാനമാകുന്നത്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ബിസിനസ് എന്നത് GST സർട്ടിഫിക്കറ്റ് അല്ല, ഫുള്ളി ഫർണിഷ് ചെയ്ത ഓഫീസ് അല്ല, ലോഗോ അല്ല, വിസിറ്റിംഗ് കാർഡും അല്ല. ബിസിനസ് എന്നത് ഒരു വിഷനാണ്, ഒരു സിസ്റ്റമാണ്, ഒരു ടീമാണ്, ഒരു സെയിൽസ് എഞ്ചിനാണ്,
ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ വേണം അതിന്. ഈ 5 കാര്യങ്ങൾ ശരിയായാൽ മാത്രമാണ് നിങ്ങളുടെ ബിസിനസ് മുന്നോട്ട് പോകാൻ പറ്റുക. അതാണ് യാഥാർത്ഥ സംരംഭ വിജയം. ഈ വീഡിയോ കണ്ട ശേഷം ഒരു കാര്യം കമന്റിൽ എഴുതൂ, ഞാൻ തുടങ്ങാൻ പോകുന്ന ബിസിനസ് ഇതാണ്, അല്ലെങ്കിൽ എൻ്റെ നിലവിലുള്ള ബിസിനസ് ഇതാണെന്ന്. തീർച്ചയായും ഞാൻ നിങ്ങളുടെ കമന്റുകൾ വായിക്കും. അതിൽ നിന്ന് തന്നെ അടുത്ത വീഡിയോ ഞാൻ തയ്യാറാക്കാനും ശ്രമിക്കും. കാരണം ഈ ചാനൽ ലക്ഷ്യം വീഡിയോ ഉണ്ടാക്കുക മാത്രമല്ല, വിജയിക്കുന്ന സംരംഭരെ സൃഷ്ടിക്കുക എന്നാണ്. വിജയിക്കാനുള്ള നിങ്ങളുടെ ഈ മുന്നേറ്റത്തിന് ഞാൻ ആശംസകൾ അർപ്പിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.